നിയമഭേദഗതി ഹർജികളിൽ വാദം തുടർന്ന സുപ്രീം കോടതി. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തിന് സമയം അനുവദിച്ച സുപ്രീം കോടതി. തൽസ്ഥിതി തുടരണമെന്നും ഇടക്കാല ഉത്തരവ്. വിശദമായ ഉത്തരവ് പിന്നീടുണ്ടാകുമെന്നും കോടതി അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു ഉണ്ട്. ജിഷ്ണു, എന്താണ് ഹർജികൾ പരിഗണിക്കവേ സുപ്രീം കോടതി വ്യക്തമാക്കിയത്? ദിശ, വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഇന്ന് രണ്ടാം ദിവസവും സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന് മുൻപിൽ വാദം നടന്നു. നേരത്തെ കോടതി ചൂണ്ടിക്കാട്ടിയത് 3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ തൽസ്ഥിതി തുടരണമെന്നൊരു ഇടക്കാല ഉത്തരവ് മാത്രമാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. ഒപ്പം കേന്ദ്രത്തിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 7 ദിവസത്തെ സമയം കൂടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് നൽകിയിട്ടുണ്ട്. സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് വളരെ കൃത്യമായ പഠനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്രത്തിന് കൂടുതൽ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് വാദം കേട്ടതിന് ശേഷം മാത്രമേ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആവശ്യപ്പെടുകയും അതേ തുടർന്ന് ഇടക്കാല ഉത്തരവ് എന്നത്, അതായത് നിലവിൽ തൽസ്ഥിതി തുടരണം എന്ന് മാത്രം ഇടക്കാല ഉത്തരവ് നൽകിക്കൊണ്ടാണ് ആ കേസ് മുൻപോട്ട് പോയത്. അതായത് നേരത്തെ സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയതൊന്ന് വഖഫ് സ്വത്തുക്കളിൽ പുതിയ നിയമം ബാധകമാകരുത്, കൂടാതെ വഖഫ് ബോർഡിൽ വഖഫ് കൗൺസിലിന്റെയും നിയമനം തുടങ്ങി 3 കാര്യങ്ങളിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും എന്നായിരുന്നു ആദ്യം സൂചിപ്പിച്ചതെങ്കിലും അത്തരം വിശദമായ കാര്യങ്ങളിലേക്കൊന്നും നിലവിൽ പോകാതെ തൽസ്ഥിതി തുടരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളതൊന്ന് ഈ ഉപയോഗം കൊണ്ട് വഖഫായി എന്നുള്ളത് വിജ്ഞാപനം പുറത്തിറക്കിയത്, അല്ലെങ്കിൽ കോടതി വിധികളിലൂടെ വഖഫ് ഭൂമി വഖഫ് സ്വത്താണ് എന്ന് വിജ്ഞാപനം പുറത്തിറക്കിയ ഭൂമികളിൽ സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുത്, തൽസ്ഥിതി തുടരണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചത്. ഈ രേഖകളില്ലാതെ അത് വഖഫ് സ്വത്താണ്, വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ സ്വത്തുക്കളില്ല, പകരം ഉപയോഗത്തിലൂടെ വഖഫാണെന്ന് തെളിഞ്ഞ് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ള സ്വത്തുക്കൾ, അല്ലെങ്കിൽ കോടതി വിധിയിലൂടെ വഖഫ് സ്വത്താണെന്ന് കോടതി ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ള സ്വത്തുക്കളിലും ഭൂമികളിലും മാറ്റമുണ്ടാകാതെ തൽസ്ഥിതി തുടരണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം സോളിസിറ്റർ ജനറൽ തന്നെ ചൂണ്ടിക്കാട്ടിയത് ഈ വഖഫ് ബോർഡിലും കൗൺസിലും അമുസ്ലിമുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് വിശദമായ ഒരു ഉത്തരവ് വരുന്നത് വരെയും വഖഫ് ദേശീയ കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും നിയമനം നടത്തില്ല എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ ഇതിനോടകം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 ഹർജികൾ, അല്ലെങ്കിൽ 5 ഹർജികളിൽ കോടതി വാദം കേൾക്കും. അതിനൊരു നോഡൽ കൗൺസിലിനെ നിയമിക്കേണ്ടതുണ്ട്. ഇരുവിഭാഗവും നോഡൽ കൗൺസിലിനെ നിയമിച്ചുകൊണ്ട് അത്തരത്തിലൊരു വാദം അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇനി കേസ് പരിഗണിക്കുന്ന ദിവസങ്ങളിൽ മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, വഖഫ് നിയമ ഭേദഗതിക്ക് ഒരു പൂർണ്ണമായ സ്റ്റേ നൽകാൻ ഇതുവരെ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. ഒപ്പം വഖഫ് നിയമ ഭേദഗതി നിലവിൽ പാർലമെന്റ് പാസ്സാക്കുകയും രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത നടപടി എന്നുള്ളത് ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കുകയാണ്. അത്തരത്തിൽ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കാനും യാതൊരു തടസ്സവും നിലവിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിലെ ചില കാര്യങ്ങളിൽ മാത്രം, ചില ചട്ടങ്ങളിൽ മാത്രം ചില വ്യക്തത വരുത്താനാണ് സുപ്രീം കോടതി ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ തുടർ നടപടികളുമായി മുൻപോട്ട് പോകുന്നതിനും നിലവിൽ തടസ്സമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പകരം ദേശീയ തലത്തിൽ വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളും ഈ കോടതിയുടെ വിശദമായ വിധി വന്നതിന് ശേഷം മാത്രമായിരിക്കും അതിൽ നിയമനം നടത്തുക. അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് സോളിസിറ്റർ ജനറൽ തന്നെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വഖഫായി ഉപയോഗത്തിലൂടെ വിജ്ഞാപനം പുറത്തിറക്കിയ, അല്ലെങ്കിൽ കോടതി ഉത്തരവിലൂടെ വഖഫ് സ്വത്താണെന്ന് ഉത്തരവിറക്കിയിട്ടുള്ള ഭൂമികളിൽ, സ്വത്തുക്കളിൽ കോടതി വിധി ഉണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരണം, അതിൽ മാറ്റങ്ങൾ ഉണ്ടാകരുത് എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ദൃശ്യ. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.